വെൽക്കം ടു ഓട്ടോ സ്പേസ്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ട്രിവാൻഡ്രം വഴുതക്കാടുള്ള അജൂസ് ബൊട്ടീക്കിലാണ്. ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇവർ ലക്ഷറി ബ്രാൻഡ്സിൻ്റെ കാർസ് എല്ലാം കസ്റ്റമൈസ് ചെയ്യുന്നുണ്ട്. അത് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതല്ല. ഇപ്പോൾ ഇവിടെ തന്നെ ഒരു ഓഡി A4 വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ എന്ത് വർക്കാണ് നടക്കുന്നതെന്ന് ചോദിച്ചോ. ഹായ് ബ്രോ. ഹായ്, പേരെന്താ? സഞ്ജു. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ എന്താ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതിനകത്ത് സിസ്റ്റം അപ്ഡേഷൻ ആണ്, അപ്ഡേറ്റ് ചെയ്യുന്ന സിസ്റ്റം. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ എന്താ കംപ്ലൈൻ്റ് ആയോ? ഇതിന്റെ ഒറിജിനൽ സിസ്റ്റം കംപ്ലൈന്റ് ആണ്. ഇത് വന്നിട്ട് 7 ഇഞ്ച് ആണ്. ഇത് മാറ്റിയിട്ട് നമ്മൾ പുതിയ ലേറ്റസ്റ്റ് മോഡലായിട്ട് ആൻഡ്രോയിഡ് വെക്കുവാണ്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോഡൽ വെക്കുകയാണ്. അപ്പോൾ ഫുള്ളി ആൻഡ്രോയിഡ് സിസ്റ്റം വെക്കുകയാണ്. 360 ക്യാമറ ഇപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട്. അത് അതിന്റെ പണി കിടക്കുകയാണ്. അങ്ങനെ ഡോർ പണികളൊക്കെ ഇട്ട്. ഓക്കെ, അതിന്റെ കൂടെ 360 ക്യാമറ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ മോഡലിൽ അത് അവൈലബിൾ അല്ല. ഇതിപ്പോൾ എക്സ്ട്രാ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാം നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ലക്ഷറി കാർസിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ നോർമൽ കാർസിൽ ചെയ്യുമ്പോഴല്ല, അതിന് സെപ്പറേറ്റ് ആയിട്ട് ട്രെയിനിങ് കാര്യങ്ങളുണ്ട്. ഈ വണ്ടിക്ക് ഇപ്പോൾ സിസ്റ്റം എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ പാർട്ട് നമ്പർ ഉണ്ട്. പാർട്ട് നമ്പർ നമ്മുടെ RC ബുക്കിൽ ഓരോ കോഡിനുണ്ട്. ആ കോഡ് വെച്ച് മാത്രമേ ഈ സാധനം എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതിലെന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ബാക്കി ഫങ്ഷൻസിനെ അത് അതാകുമ്പോൾ വാറണ്ടി കാര്യങ്ങൾ ഇഷ്യൂ വരത്തില്ല. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇതാകുമ്പോഴത്തേക്ക് ഈ വണ്ടിക്ക് മാത്രമുള്ളതാണ്. ഈ ഓടി A4 A4 മാത്രമുള്ള അറിയാം. X ആണ് അതിന് സെപ്പറേറ്റ് ആയിരിക്കും. ഓക്കെ, അതൊരു ഇന്റർഫേസ് കണക്കായിട്ട് മാറും. പിന്നെ അതിന്റെ പാനൽസ് ചേഞ്ചസ് ഉണ്ടാവും. അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഇതിപ്പോൾ വയ്ക്കുമ്പോഴത്തേക്ക് ഈ ഒരു പാർട്ട് നമ്പർ വെച്ചിട്ട് എടുക്കാനുള്ള ഉപയോഗം വെച്ചാൽ ഇതിന്റെ ഫങ്ഷൻസ് എല്ലാം വർക്കാവും. നോർമൽ ബാക്കി എല്ലാം ഒരു പ്രശ്നം വരുന്നില്ല. സ്റ്റിയറിംഗ് കൺട്രോൾ ആയാലും ഇപ്പം ആംപ്ലിഫയർ ആയാലും ഇതിന് സെപ്പറേറ്റ് ആംപ്ലിഫയർ ഉണ്ട്, കമ്പനി ആംപ്ലിഫയർ. ആ ആംപ്ലിഫയർ ആ ഇന്റർഫേസ് വഴി അങ്ങ് എടുത്തോളൂ. വേറെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആയിട്ടോ അങ്ങനെ ഒന്നും ഇഷ്യൂ ഉണ്ടാവില്ല. അപ്പോൾ അതിന്റെ സെപ്പറേറ്റ് ട്രെയിനിങ് ഉള്ള സ്ഥലത്തൊന്നും ചെയ്തില്ലെങ്കിൽ ബാക്കി ഫങ്ഷൻസിനെ അത് ബാധിക്കും. അതാണ് നിങ്ങളുടെ ഒരു സ്പെഷ്യാലിറ്റി അല്ലേ ഇവിടുത്തെ? ബാക്കി ബ്രാൻഡ് എല്ലാം ചെയ്യുന്നുണ്ടോ? ബെൻസ്, BMW എല്ലാ ബ്രാൻഡ്സും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാത് ബ്രാൻഡ് അനുസരിച്ചുള്ള സിസ്റ്റം എടുത്തിട്ട് മോഡലാണെങ്കിൽ അതിന് സെപ്പറേറ്റ് ഇന്റർഫേസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഓരോന്നിനും ഓരോ ടൈപ്പ് ആയിരിക്കും പറഞ്ഞത്. ഓക്കെ, ലക്ഷറി കാർസിൽ നോർമലി ഈ മ്യൂസിക് സിസ്റ്റം അല്ലാതെ ബാക്കി എന്തൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്? പിന്നെ നമ്മൾ പെയിന്റ് വർക്ക്, അപ്പോൾസ്റ്ററി വർക്ക്. ഓക്കെ, പിന്നെ നമ്മൾ റൂഫൊക്കെ പഴയ വണ്ടികൾ ഒരു 10 years ബാക്ക് വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ റൂഫൊക്കെ പെട്ടെന്ന് കംപ്ലൈൻസ് അത് നമ്മൾ റീപ്ലേസ് കൊടുക്കാറുണ്ട് ഇവിടെ. അപ്പോൾ നമ്മുടെ ഈ സൺറൂഫ് ഒക്കെ വർക്ക് ചെയ്യുന്നു, അതെല്ലാം അടിപൊളിയായിട്ട് വർക്കാവും. അതിനകത്തുള്ള പാനൽ വരെ മാറി കൊടുക്കണം. ഓക്കെ, അപ്പം ഫിറ്റിംഗ് പരമായ എല്ലാ വർക്കുകളും ചെയ്യുന്നുണ്ട്. എഞ്ചിൻ സൈഡ് മാത്രമേ ചെയ്യാതുള്ളൂ. മെക്കാനിക് ഒഴികെ ബാക്കി ഇലക്ട്രിക് വർക്ക്, ബാക്കി കസ്റ്റമൈസേഷൻ വർക്ക് എല്ലാ ബ്രാൻഡിന്റെയും എല്ലാ വർക്കും ചെയ്യാറുണ്ട്. എല്ലാ വർക്കും ചെയ്യുന്നുണ്ട്. പിന്നെ മാറ്റ് വർക്ക് ഒക്കെ ചെയ്യാറുണ്ട്. ഫ്ലോറിംഗ് അതാ അപ്പോൾസ്റ്ററി റേഞ്ചിലോട്ട് പറഞ്ഞത്. അപ്പോൾസ്റ്ററി, സീറ്റ് കവർ, മാറ്റ്, ഈ ഡോർ പാഡിന്റെ പാനൽസ് എല്ലാം ഇതിനകത്ത് വരുന്നത് ഇതാണ്, ലെതറാണ്. അതെല്ലാം നമ്മൾ ഒറിജിനൽ തന്നെ ചേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ, ഇന്റീരിയേഴ്സ് ഒക്കെ അപ്പം റീഡിസൈൻ ചെയ്യാൻ പറ്റും, കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ പറ്റും. ലെതർ സീറ്റും എല്ലാം സീറ്റ് എല്ലാം ജെനുവൻ ലെതർ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ ബ്രാൻഡിന്റെയും വാറണ്ടിക്കൊന്നും ഇഷ്യൂ വരാതെ എയർ ബാഗ് ഉള്ള സീറ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കെയറിങ് കൊടുത്തിട്ട് സ്റ്റിച്ചിങ്ങിന്റെ എല്ലാം ക്ലിയർ അങ്ങനെയാണ് നമ്മൾ സീറ്റുകൾ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, അപ്പം ബ്രാൻഡിന്റെ ഫീച്ചേഴ്സിനൊന്നും ഒരു ഇഷ്യൂ വരാതെ വണ്ടിക്കോ ഷോറൂമിൽ കൊണ്ടുപോയി കഴിഞ്ഞ ഒരു കംപ്ലൈന്റ് അവർ പറയുക എന്നുള്ള ആ ഇഷ്യൂ വരാതിരിക്കാനാണ് നമ്മൾ അത്രയും കെയർ ചെയ്യാറുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ഒരു സെപ്പറേറ്റ് സർട്ടിഫിക്കേഷൻ ഓതറൈസേഷൻ ഉണ്ടല്ലേ? അതെ അതെ, നമ്മൾ ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ബ്രാൻഡഡ് സാധനമായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും വാറണ്ടി കൊടുത്തേ ചെയ്യുള്ളൂ. 1 year മാക്സിമം നമ്മൾ 1 year വാറണ്ടി കൊടുക്കാതെ നമ്മൾ സാധനം ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ ഏത് ബ്രാൻഡാണോ അതിനനുസരിച്ചുള്ള കൺട്രി കമ്പനി നോക്കിയിട്ടാണ് പാർട്സ് എടുക്കുന്നത്. ഓക്കെ, വേറൊരു A4 കിടപ്പുണ്ട്. ഇത് വർക്ക് കഴിഞ്ഞ് കിടക്കുന്നതാണ്. ഇത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തതാണ്. ഓക്കെ, ഇതിൽ എന്താണ് സൗണ്ട് സിസ്റ്റം ആണോ ചെയ്തത്? നേരത്തെ പറഞ്ഞാൽ 360 സൗണ്ട് സിസ്റ്റം മാറിയതാണ്. ഓക്കെ, 360 ക്യാമറയും ക്യാമറയും ഹെഡ് മാറിയതാണ്, ചേഞ്ച് ചെയ്തത്. ആ ഒന്നകത്ത് കയറി കാണാം. ഇതിപ്പം പുതിയതായിട്ട് ചെയ്ത ഡിസ്പ്ലേ ആണല്ലേ? ഇതുപോലെ വരും ഡിസ്പ്ലേ. ഇതേ സെയിം ആണോ നമ്മളെ കണ്ട വണ്ടിയിൽ? വണ്ടിയുടെ വേരിയന്റ് വ്യത്യാസമുണ്ട് ഇതിന്. ഓക്കെ, അപ്പോഴാണ് ഡാഷ്ബോർഡ് വ്യത്യാസം. മറ്റേ ഫുൾ ഡാഷ്ബോർഡ് ആണ്. ഓക്കെ ഓക്കെ, ഇത് കുറച്ചും കൂടെ ലേറ്റസ്റ്റ് മോഡലാണ്. ലേറ്റസ്റ്റ് മോഡലാണ്. ഓക്കെ, ഇതിപ്പോൾ ടോപ്പ് വേരിയന്റിന്റെ ടൈപ്പ് ഡിസ്പ്ലേ ആണോ? ടോപ്പ് വേരിയന്റിന്റെ ടൈപ്പ് ആണ്. ഇതിലിപ്പോൾ അഡീഷണൽ മുമ്പ് ഉണ്ടായിരുന്ന എക്സ്ട്രാ ഫീച്ചേഴ്സ് എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, കമ്പനി വരുന്ന എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇതിൽ എടുക്കാൻ പറ്റും. ഇതിൽ അത്രേ ഉള്ളൂ. ഓക്കെ, ഇതിൽ എന്താ ഡിസ്പ്ലേ കംപ്ലൈന്റ് ആയിട്ട് ചേഞ്ച് ചെയ്തതാണോ? അല്ല, മറ്റേ ഡിസ്പ്ലേ ചെറിയ ഡിസ്പ്ലേ ആണ്. ആൻഡ്രോയിഡ് അല്ല, നോർമൽ ഡിസ്പ്ലേ ആണ്. അതിനകത്ത് മറ്റേ ഫംഗ്ഷൻസ് മാത്രമേ വർക്ക് ആവുള്ളൂ. ഓക്കെ, ഇതിനകത്ത് ഇതിപ്പോൾ ഡിസ്പ്ലേ മറ്റേതിനും ചേഞ്ച് ചെയ്ത് കുറച്ചും കൂടെ വലിയ സൈസ് ആക്കിയതാണ്. പിന്നെ ഫീച്ചേഴ്സ് അഡീഷണൽ ആയിട്ടുണ്ടോ? അഡീഷണൽ ഫീച്ചേഴ്സ് നമ്മളെ ഫോൺ നമുക്ക് ആൻഡ്രോയിഡ് ആട്ടോ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ്രോയിഡ് ആട്ടോ, ആപ്പിൾ കാർപ്ലേ. ഓക്കെ, മുമ്പത്തെ ആ ഫീച്ചർ ഇല്ലായിരുന്നു. അതൊന്നും ഉണ്ടാവത്തില്ല. അതിനകത്ത് നോർമലി വരുന്നത് ബ്ലൂടൂത്ത്,
കോൾ സംസാരിക്കാം എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബേസിക് ഫീച്ചേഴ്സ് ആയിരുന്നു ഉണ്ടാകുന്നത്. ഇപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ. ഇത് ഫുൾ ഓപ്ഷനിൽ വരുന്ന ടൈപ്പ് മീറ്റർ ആണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. അതെ അതെ. ഓക്കെ. പിന്നെ എന്താണ് 360 ക്യാമറ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ടോ? ക്യാമറ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫീച്ചർ ഒന്ന് കാണിക്കാം. ഫീച്ചേഴ്സ് വന്നിട്ട് ഓക്കെ. ഇതിപ്പോ നേരത്തെ ഈ കാറിൽ ഇല്ലായിരുന്നു. ഇപ്പൊ അഡീഷണൽ ഫീച്ചർ ആണ്, നിങ്ങൾ ചെയ്ത ഫീച്ചർ ആണ്. അതെ അതെ. ഓക്കെ. അപ്പൊ ആ ഡിസ്പ്ലേ തന്നെ വണ്ടിയുടെ വേറെ ഇഷ്യൂസ് ഒന്നും വരാണ്ട് ഈ ഫീച്ചർ ആഡ് ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ. നോർമലിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്ക് ക്യാമറ അല്ലെങ്കിൽ ഫ്രണ്ട് ക്യാമറ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലാകുമ്പോൾ നമുക്ക് ഫുൾ 360 ഡിഗ്രി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നൈറ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നൈറ്റ് വിഷൻ ക്യാമറ തന്നെയാണ്, 1080 ക്യാമറ തന്നെയാണ്. ഓക്കെ. ആ നൈറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ, നൈറ്റ് ആണെങ്കിലും കാണാൻ പറ്റും. ഓക്കെ. ഇപ്പൊ ഇതിപ്പോ നോർമൽ കാർസിൽ ആഡ് ചെയ്യാൻ പറ്റും ഈ ഫീച്ചർ? നോർമൽ കാറിലോ എല്ലാ കാറിലും എല്ലാത്തിനും ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ്രോയിഡ് ഇപ്പം ഇപ്പോൾ എല്ലാ വണ്ടികൾക്കും ഇപ്പോൾ ആൻഡ്രോയിഡിന് പാനലും സ്റ്റീരിയോ എല്ലാം വരുന്നുണ്ട്, അതിൽ തന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ. ഈ നോർമൽ കാർസിലൊക്കെ നമുക്ക് ഈ 360 ക്യാമറ വയ്ക്കുമ്പോൾ ഏകദേശം ഒരു പ്രൈസ് റേഞ്ച് എത്ര വരും? നമുക്കൊരു 24 തൊട്ട് നമുക്ക് സ്റ്റാർട്ടിങ് ഉണ്ട് നമുക്ക് 360 ക്യാമറ. ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഈ ഇന്റീരിയേഴ്സ് ഒക്കെ അഴുക്കായി കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് പുതിയത് വേണമെങ്കിൽ ഇവിടെ ചെയ്യാൻ പറ്റും. ഇവിടെ ഉണ്ട് നമുക്ക് ക്ലീനിങ് ഉണ്ട്. ക്ലീനിങ് ഉണ്ട് നമുക്ക്. റീഡിസൈൻ ചെയ്യണമെങ്കിൽ അതും ചെയ്യാൻ പറ്റും. ഡിസൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ലെതറെല്ലാം മാറ്റിയിട്ട് നമുക്ക് വേറെ ലെതർ ചെയ്യാൻ പറ്റും നമുക്ക്. ഓക്കെ. ഇപ്പോൾ പുതിയ മോഡലൊക്കെ വരികയാണെങ്കിൽ ഇപ്പോൾ ഒരു ഈ വണ്ടിയുടെ തന്നെ അടുത്ത മോഡൽ വരികയാണെങ്കിൽ വേണമെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. കളേഴ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും, ലെതർ ചേഞ്ച് ചെയ്യാൻ പറ്റും നമുക്ക്. ഓക്കെ. ഈ മീറ്ററിന്റെ ഡിസൈൻ ഒക്കെ വേണമെങ്കിൽ ആംബിലൈറ്റ്സ് ഒക്കെ കൊടുത്ത് നമുക്ക് കുറച്ചും കൂടെ പ്രീമിയർ ലുക്ക് ആക്കി എടുക്കാൻ പറ്റും നമുക്ക്. ഓക്കെ. ഇതിപ്പോൾ എല്ലാ ബ്രാൻഡിന്റെയും ചെയ്യുന്നുണ്ട്. എല്ലാ ബ്രാൻഡിന്റെയും ചെയ്യുന്നുണ്ട്. നോർമൽ കാർസിന് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. എല്ലാത്തിലും. ഇവിടെ നമ്മുടെ ബെൻസിന്റെ ഒക്കെ വീൽസ് ആണല്ലേ? ഒറിജിനൽ യൂസ്ഡ് വീലാണ്. യൂസ്ഡ് ഇവിടെ നിന്ന് സെല് ചെയ്യുന്നുണ്ടല്ലേ? ഒറിജിനൽ? ഒറിജിനലാണ്. അപ്പോൾ അവർ ചേഞ്ച് ചെയ്ത് മാറി. ഓക്കെ. അവർക്ക് പുതിയ കുറച്ച് അപ്സൈസ് ചെയ്യുമ്പോഴത്തേക്ക് യൂസ്ഡ് സാധനങ്ങൾ അവരെ തന്നെ അവർക്ക് തന്നെ പൈസ കൊടുത്ത് മേടിക്കുന്നതാണ്. വീൽ സൈസും നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ലേ? സൈസ് വലിയ സൈസ് ടയേഴ്സ് നമുക്ക് വേദനമാണ്. നമുക്ക് അത്യാവശ്യം ഓർഡർ എടുക്കാന്നുള്ള സാധനങ്ങളാണല്ലോ. ടയർ ഓർഡർ ചെയ്തെടുക്കും? ഓർഡർ എടുത്ത് കൊടുക്കാറുണ്ട്. ഓക്കെ. ഓക്കെ. അപ്പോൾ അത്യാവശ്യം കസ്റ്റമൈസേഷൻ ഉള്ള സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ടല്ലേ? കസ്റ്റമൈസേഷൻ എല്ലാത്തുണ്ട്. നമുക്ക് സർവീസ് സാധനങ്ങൾക്കുള്ള സാധനങ്ങൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ് ഈ സാധനങ്ങളൊക്കെ. ഓക്കെ. നമ്മളിപ്പം നമ്മളിപ്പോൾ ഓരോ വണ്ടികൾ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ തന്നെയാണ് സെയിലിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ. ഓക്കെ. ഈ വാക്സ് സാധനങ്ങളെല്ലാം തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അത് തന്നെയാണ്. അത്രയും കസ്റ്റമേഴ്സിന് അത്രയും നല്ലതായി. അത്യാവശ്യം കസ്റ്റമൈസേഷൻ ഉള്ള സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഓരോ സാധനങ്ങൾ ഓരോ സെക്ഷനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മാറ്റിനായാലും അലോയ്സിനായാലും ഇപ്പോൾ ഓഡിസ്റ്റ് നമ്മൾ ഈ ഒരു റൂം നമ്മൾ സെപ്പറേറ്റ് എടുത്തിരിക്കുകയാണ്. ഓക്കെ. ഇതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇതെല്ലാം നമ്മളിവിടെ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ തന്നെയാണ് കസ്റ്റമർ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അവർക്കൊരു പ്രശ്നമില്ലാതെ വരുന്നത്. ഓക്കെ. ഏത് പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാണ് ചെയ്യുന്നത്. അതെ അതെ അതെ. മറ്റേ താറിന് ജീപ്പിന്റെ കിറ്റിന് ആ പരിപാടിയെല്ലാം താറിന്റെ എല്ലാ സാധനങ്ങളും ഉണ്ടാവും. ജസ്റ്റ് ക്രാഷ് കാർഡ് അണ്ടർ ബോഡിക്ക് പ്രൊട്ടക്ഷൻ കിറ്റുകളെല്ലാം നമ്മളിലുണ്ടാവും. അത്യാവശ്യം മോഡിഫിക്കേഷൻ ഉള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ ഫോണ് വീല് മറ്റേ റൂഫിന്റെ പരിപാടിയെല്ലാം ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ജീപ്പൊക്കെ പഴയ മോഡലിന് വേണമെങ്കിൽ പുതിയതായിട്ട് കിറ്റ് മാറ്റി കഴിഞ്ഞാൽ അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുള്ള സ്കില്ല് വരുന്നുണ്ട്. ഓക്കെ. മറ്റേ ഫോർച്യൂണറിന്റെ ഒക്കെ ഉണ്ടോ? ഫോർച്യൂണർ അതിന്റെ മേളിലാണ്. അത്യാവശ്യം നമുക്ക് ഗോഡൗൺ ഉണ്ട്. ഗോഡൗണിലാണ് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്നത്. ഡിസ്പ്ലേക്ക് മാത്രം നമ്മൾ കുറച്ച് സാധനങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ടാവുള്ളൂ. ഓക്കെ. ഇവിടെ തന്നെ നമ്മൾ ഓരോ സെക്ഷനായിട്ട് മാറ്റിയിട്ടുണ്ടാവുകൊണ്ട് സ്ഥലം സെപ്പറേറ്റ് ആയിട്ട് വെച്ചേക്കാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ എത്ര വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട്? നമ്മളിവിടെ ഇപ്പം 6 വർഷമാകാൻ പോകുന്നു. 6 വർഷമാണ്. ഓക്കെ. മെയിൻലി ബ്രാൻഡഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നതാണ് നിങ്ങളുടെ ഒരു സ്പെഷ്യാലിറ്റി. അതാണ് നമുക്ക് സേഫ്റ്റി എന്ന് വെച്ചാൽ കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫൈഡ് ആണ്. നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കംപ്ലൈന്റും കുറവാണ്. ഓക്കെ. ലക്ഷറി വർക്ക്സ് ചെയ്യുമ്പോഴല്ലേ? ഓക്കെ. അപ്പോൾ അത്രയും ശ്രദ്ധിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന സാധനങ്ങളും ബ്രാൻഡഡുള്ള സാധനങ്ങളാവുകൊണ്ട് കൊടുക്കാൻ പറ്റും നമുക്ക്. ഓക്കെ. കംപ്ലൈൻസ് കുറവായിരിക്കും. അതാണ് നമുക്ക് മെയിനായിട്ട് നോക്കുന്നത്. കസ്റ്റമർ ബാഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഷോപ്പിനെ തന്നെ ബാധിക്കും. ഓക്കെ. അതുകൊണ്ട് തന്നെ അത് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ്. നമ്മൾ എല്ലാ സാധനങ്ങളും ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്യുന്നത്. ഓക്കെ. നമ്മൾ ചാർജേഴ്സ് തന്നെ ഇപ്പോൾ ഇഷ്ടംപോലെ ചൈന സാധനങ്ങൾ പറഞ്ഞുണ്ട്. ഓക്കെ. അപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് നമ്മൾ അത്യാവശ്യം വാറണ്ടി ഉള്ള സാധനങ്ങൾ തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് 5.4 ohms ഉണ്ട്. അപ്പോൾ ഫാസ്റ്റ് ഇപ്പോഴത്തെ ഫ്ലാഷ് ചാർജർ ഓക്കെ അതൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പോൾ അത്രയും നല്ല സാധനം കൊടുത്താലേ കാര്യമുള്ളൂ. മറ്റേ കുറഞ്ഞ ചാർജർ കൊടുത്തിട്ട് ബാറ്ററി കംപ്ലൈന്റ് ആകുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് പ്രശ്നം വരുന്നത്. ഓക്കെ. ഇതാകുമ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഇഷ്യൂസ് ഒന്നും വരത്തില്ല. ഓക്കെ. ഇത് കാർസിന്റെ മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ? കാർ മാത്രമേ. ഇതൊക്കെ ഹെഡ്ലൈറ്റ്? ഇതൊക്കെ താറിന്റെ ഹെഡ്ലൈറ്റ് ആണ്. ഓക്കെ. LED ഹെഡ്ലൈറ്റ്സ്. കുറച്ചും കൂടെ ബ്രൈറ്റ്നസ് വേണ്ടി കുറച്ചും കൂടെ മോഡൽ ആ വണ്ടികളുടെ മോഡലിൽ ചെയ്തെടുക്കുന്നത്. ഇതെല്ലാം സൗണ്ട് സിസ്റ്റം സൗണ്ടിന് വേണ്ടി അതിന്റെ സെക്ഷൻ ആണല്ലേ? അതെ അതെ. എല്ലാ ബ്രാൻഡിന്റെയും മാക്സിമം എല്ലാ ബ്രാൻഡും നമ്മുടെ ഉണ്ടാവും സാധനങ്ങൾ.